ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിൽ കൂടെയുള്ളത് ആര്യാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം തന്നെ അവിട്ടം ദിന ആശംസകൾ നേരുകയാണ് കേട്ടോ. ഈ ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സിലൂടെയും അതുപോലെ തന്നെ മെലഡി സോങ്സിലൂടെയും ഒക്കെ തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുണ്ടായിരുന്ന അഫ്സലിക്കാണ് ഈ ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ഉള്ളത്. അഫ്സൽ സർ, വെൽക്കം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആശ്രയ FM 90യുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പൊ നമ്മുടെ അഫ്സൽ എന്ന പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്ന കുറച്ചധികം പാട്ടുകളുണ്ട്. ഒരു ലിസ്റ്റ് തന്നെയുണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ഈ വ്യത്യസ്ത ജോണറിലുള്ള ഒരുപാട് പാട്ടുകൾ ചെറുപ്പം പാടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മ്യൂസിക് ജേണി? എങ്ങനെയായിരുന്നു ആദ്യത്തെ ഗാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നതും? തീർച്ചയായിട്ടും 2000 കാലഘട്ടങ്ങളിലാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് പാടുന്നത്. വല്യേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഓണക്കാല ചിത്രമായിരുന്നു എന്റെ ഒരു എൻട്രി. ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടുന്നത് വല്യേട്ടൻ എന്ന ചിത്രത്തിലായിരുന്നു. അപ്പോ മോഹൻ സിത്താരയായിരുന്നു അതിന് ഒരു ചാൻസ് തന്നത്. പക്ഷെ ആ സിനിമയിൽ ആ പാട്ട് ഉണ്ടായിരുന്നില്ല. ഞാനും MG ശ്രീകുമാരേട്ടനും കൂടി പാടിയ ഒരു പാട്ടായിരുന്നു. പിന്നെ അങ്ങനെ തുടങ്ങി. പിന്നെ അത് 2001 കുറച്ച് കുഞ്ഞു സിനിമകളൊക്കെ പാടിയിരുന്നു. അത് പല മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. എന്റെ ബ്രദർ ഷക്കീർ ഉണ്ടായിരുന്നു. പുള്ളി മ്യൂസിക് ചെയ്ത വലത്തോട്ട് തിരിഞ്ഞാൽ, നാലാമത്തെ വീട്, ജഗദീശൻ ടൗൺ, അങ്ങനെ കുറെ സിനിമകളിലൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ 2002 ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായ കല്യാണരാമനും നമ്മളും ഒന്നിച്ച് എനിക്ക് പാടാൻ സാധിച്ചത്. അവിടെ നിന്നൊരു യാത്ര തുടങ്ങി എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലേക്കുള്ള കുറെ പാട്ടുകളിലൂടെ. അപ്പൊ ഈ ഒരു 33 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടല്ലേ? മീൻസ് സിനിമയിൽ പാടിയിട്ട് ഇപ്പൊ 22 വർഷം കഴിഞ്ഞു. 2002 പക്ഷെ പ്രോഗ്രാംസിന് പാടി തുടങ്ങിയത് 91 കാലം തൊട്ടാണ്. ഏതാണ്ട് ഈ പറഞ്ഞ ഒരു 33 വർഷമായി മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. ഓക്കെ. അപ്പോ ശരിക്കും സാർ ഇപ്പോ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഇത് നോക്കുമ്പോഴേക്കും എൻ്റർലി ഡിഫറെന്റ് ആയിരുന്നില്ലേ അല്ലെ സാറിന്? അപ്പം എന്തൊക്കെയാ വ്യത്യാസമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാല് മ്യൂസിക്കില് വ്യത്യാസങ്ങളൊന്നും അങ്ങനെയില്ല. പക്ഷെ സിനിമകളിൽ കുറെ വ്യത്യാസങ്ങൾ വന്നപ്പോ പാട്ടുകളിൽ കുറെ അങ്ങനെയുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നു. മ്യൂസിക്കില് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. മ്യൂസിക്കിന് എപ്പോഴും നമ്മുടേതായിട്ടുള്ള കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയൊക്കെ അതിനൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. ആസ് എ മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുമ്പോ മ്യൂസിക്കിന് മാറ്റങ്ങളൊന്നുമില്ല. നമ്മള് എല്ലാവരും പണ്ട് പഠിച്ച കർണാട്ടിക് സംഗീതവും കീർത്തനങ്ങളും അതൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ എപ്പോഴും. അതൊരു ട്രഡീഷനാണ്. പക്ഷെ സിനിമകൾ മാറിയപ്പോ അതിനനുസരിച്ച് പാട്ടുകളും മാറി തുടങ്ങി. അത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. നമ്മള് എല്ലാത്തിനും മാറ്റങ്ങൾ, പാട്ട് അത് മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിത രീതികളിലൊക്കെ മാറ്റം വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ള മാറ്റങ്ങൾ സിനിമാ പാട്ടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്രയും വർക്ക് ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സോങ് അല്ലെങ്കിൽ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എല്ലാം മെമ്മറബിൾ ആണ്. കാരണം ഓരോ പാട്ട് നമ്മുടേതായിട്ടുള്ള പാട്ടുകൾ പാടുമ്പോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പാട്ടുകളും, ഞാൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും സ്പെഷ്യൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആവും എല്ലാ പാട്ടുകളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജനങ്ങൾക്കും കുറെ പാട്ടുകളെല്ലാം നമ്മൾ പാടി വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അതെ. അപ്പോ ഇക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫാമിലിയിൽ തന്നെ ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വാപ്പയും സംഗീതജ്ഞനായിരുന്നു. അതെ, ഫാദർ ആയിരുന്നു നമ്മുടെ എല്ലാരും. കാരണം നമ്മള് ബ്രദേഴ്സ് ഒക്കെ എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും മ്യൂസീഷ്യൻസ് ആണ്. എന്റെ നേരെ മൂത്ത ബ്രദർ അൻസാർ ഒരു സിംഗർ ആയിരുന്നു. 1996 നടന്ന ദൂരദർശൻ റിയാലിറ്റി ഷോയിലെ വിന്നർ ആയിരുന്നു അൻസാർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ബ്രദർ ഷക്കീർ, പുള്ളിയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് പ്രൊഫഷണലി മ്യൂസിഷ്യനായിട്ട് മലയാള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമാണ് നമ്മളെയൊക്കെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഷക്കീർ ഏട്ടനായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പൊ നിലവിൽ ഇപ്പം 200 മുകളിൽ സിനിമകളിൽ പാടി കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ്. അപ്പൊ ഒരുപാട് ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഓണം എന്ന് പറയുമ്പോഴേക്കും ഒരു കലാകാരന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് നമ്മുടെ സ്റ്റേജ് ഷോസ് ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. സ്റ്റേജ് ഷോ അതെപ്പോഴും, കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ സ്റ്റേജ് ഷോസ് ചെയ്യുന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിലാണെങ്കിലും ചെറുപ്പം നമ്മുടെയൊക്കെ ഒരു ടീനേജ് കാലഘട്ടമാണ് ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പൊ ആ സമയത്ത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഓണക്കാലഘട്ടത്തിലുള്ള പ്രോഗ്രാമുകളും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല പറയാം ശരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഓണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഓണം മെമ്മറി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓണം മെമ്മറി തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു എല്ലാവർക്കും അവരുടെ ടീനേജ് കാലഘട്ടം, ബാല്യകാലഘട്ടമാണ് ഓണത്തിന്. അതേത് ഇപ്പൊ നമ്മള് കുറെയൊക്കെ കുടുംബവും നമ്മളെ കുറെ ജീവിത അനുഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കുറെ ആഘോഷിച്ച് കഴിഞ്ഞു. അപ്പൊ അതില് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ പണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഓണക്കാലഘട്ടമാണ് എപ്പോഴും മെമ്മറബിൾ എന്ന് തന്നെ പറയാം എനിക്ക് ശരിക്കും. അത് ആ സമയത്തുണ്ടായിരുന്ന പ്രോഗ്രാമുകൾക്ക് പോകുന്നതും പല സ്ഥലങ്ങളിൽ പല ആളുകളുടെ മുമ്പിൽ പാടുന്നതും ഒക്കെയാണ് ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള അവസ്ഥ എന്ന് തന്നെ. ഇപ്പോഴും ആ മ്യൂസിക് ഉള്ളത് കൊണ്ട് ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇക്കയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചിത്ര ചേച്ചിയുമായിട്ടുള്ള ഒരു സ്റ്റേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് പല ഇന്റർവ്യൂസിൽ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് മറ്റേ SPB സാറിന്റെ സോങ്സ് ഒക്കെ ഇങ്ങനെ പാടുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ് ശരിക്കും പറയാനുള്ളത് അതിനെ കുറിച്ച്? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ 91 തൊട്ട് ഞാൻ പ്രോഗ്രാംസിന് പാടുന്നുണ്ട്. അപ്പൊ 93-ലാണ് ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാമിന് ഞാൻ പാടി തുടങ്ങിയത്. അതായത് 93-ല്. അപ്പൊ ഏതാണ്ട് ഇപ്പൊ 31 വർഷമായിട്ട് ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട് എനിക്ക്. അപ്പൊ അന്ന് പാടി തുടങ്ങിയെന്ന് വെച്ചാൽ അതിന് കാരണക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ ഷക്കീർക്കയാണ്. ഷക്കീർക്കായിരുന്നു ചേച്ചിയുടെ ഓർക്കസ്ട്രയിലൊക്കെ വായിച്ചിരുന്നത്. കോങ്കോ ഡ്രമ്മർ ആയിരുന്നു പുള്ളി. അപ്പൊ ആ ഒരു കെയർ ഓഫിലാണ് ഞാൻ അന്ന് പാടി തുടങ്ങിയത്. അന്ന് അങ്ങനെ തുടങ്ങി പിന്നീട് ഈ പറഞ്ഞ മാതിരി പല വേദികളിലും ചേച്ചിയോടൊപ്പം പാടാനും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ലെജൻഡറി സിംഗറാണ് ചേച്ചി. ചേച്ചിയുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അത് എപ്പോഴും എനിക്ക് ഒരു എന്താ പറയാ എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ് ശരിക്കും. ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. അതെ അതെ അതെ, എപ്പോഴും ലൈഫിൽ കിട്ടുന്ന ഒരു നല്ലൊരു മൊമെന്റ് ആണ്. മെയിനായിട്ടും ഇങ്ങനെ അടിപൊളി പാട്ടുകളുടെ തോടെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് ആണ് ഇഷ്ടമല്ലടാ എനിക്ക് ഇഷ്ടമല്ലടാ ഒരു സോങ്, ദെൻ രാക്ഷസി, തിങ്കളെ പൂത്തിങ്കളെ, ഇതൊക്കെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ നിൽക്കുന്ന അത്രയും അടിച്ചുപൊളി ഗാനങ്ങളാണ്. അപ്പോ ശരിക്കും ഇക്ക വന്നിട്ട് ഏതൊക്കെ ജോണറിലാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ സിനിമയില് വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഈ അടിപൊളി ടൈപ്പിലും അതേപോലെ തന്നെ കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കാണിക്കാവുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് ഞാൻ പാടി തുടങ്ങിയത്. പിന്നെ ഒരു ആസ് എ മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് ജോണറും പാടാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, എന്റെ ഫാദർ മ്യൂസിഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം കുറച്ച് ഹിന്ദുസ്ഥാനി അറിയാവുന്ന ഒരു സിംഗർ ആയിരുന്നു പുള്ളി. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ട് വളർന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഹിന്ദുസ്ഥാനി സംഗീതമാണ് നമ്മൾ കേട്ട് വളർന്നത്. അപ്പൊ അത് ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മള് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കേൾക്കുന്ന സിനിമാ പാട്ടുകൾ, പ്രത്യേകിച്ച് ഞാൻ SPB സാറിന്റെ പാട്ടുകൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തിട്ടുള്ള സിനിമാ പാട്ടുകളിൽ കൊടുത്തിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ്, പല അടിപൊളി പാട്ടുകൾ പാടിയേക്കണം. എന്നാൽ അദ്ദേഹം മെലഡി സോങ്സും പാടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെയധികം ശരിക്കും പറഞ്ഞ SPB സാറിനെ ഞാൻ വളരെയധികം ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ സിനിമാ സംഗീതത്തിന് വേണ്ടി. അപ്പൊ അത് ഒരു പരിധിവരെ മലയാളത്തിൽ എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. അതിന് പറ്റിയ കുറെ നല്ല അതേ രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകളും എനിക്ക് പാടാൻ പറ്റി. അതില് ദൈവനിശ്ചയം, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ആണ് അങ്ങനെ ഒരു എല്ലാം ഒത്തു ചേർന്ന് വരിക എന്നുള്ളത്. അതെനിക്ക് ആ ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പൊ പല സമയത്ത് നമ്മുടെ കൊച്ചി നഗരത്തിന്റെ ആ ഒരു സംഗീത പാരമ്പര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇക്കേന്റെ ഒരു ലൈഫിനെ എത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മുടെ കൊച്ചി എന്ന് പറയുമ്പോൾ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഈ പറഞ്ഞ പല ഭാഷക്കാരും ദേശക്കാരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ വിവിധ സംഗീതത്തിന്റെ ഒരു പാരമ്പര്യം അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കും ഫോക്ക് സോങ്സ്, പല ഭാഷയിലുള്ള പാട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഏത് സ്ഥലത്തേക്ക് തിരിഞ്ഞാലും പല രീതിയിലുള്ള സംഗീതങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ കേട്ട് വളരാനും പഴയ ഹിന്ദി പാട്ടുകൾ അതൊക്കെ ഇന്നും അതേപോലെ തന്നെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടാണ് കൊച്ചി സംഗീതം കൊച്ചിയിലൂടെ നമുക്ക് കേൾക്കുന്നത്. അതിപ്പോ ഞാനിപ്പോ സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു പ്രോഗ്രാമിൽ പോലും പഴയ പാട്ടുകളുടെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പാടാൻ പറ്റി. അതങ്ങനെ ആ ഒരു ട്രഡീഷൻ അങ്ങനെ കൊച്ചിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അത് കാലകാലം എത്ര കാലഘട്ടം കഴിഞ്ഞാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കൊച്ചിയിൽ മാത്രം എന്നല്ല, കൊച്ചിയിൽ അതിനൊരു എത്ര പറയാ
അതിനൊരു വലിയൊരു സമൂഹം തന്നെ ഉണ്ട് അതിന് കേൾക്കാൻ, സപ്പോർട്ട് ചെയ്യാനും സംഗീതത്തിൽ എങ്ങനെ അലഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ അങ്ങനെ ചെയ്യണം എന്ന്, അങ്ങനെ ഒരു ഇത് വേണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇപ്പൊ നമ്മൾ സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിലും പല ആൽബംസ് പാടിയിട്ടുണ്ടെങ്കിലും പഴയകാല പാട്ടുകൾ ഒക്കെ ഇപ്പോഴും ഇവിടെ അത് അത്യാവശ്യമാണ് കൊച്ചിക്ക് എപ്പോഴും. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടൊരു ഓണാശംസ കൂടെ. എന്തായാലും ഈ വർഷത്തെ ഓണം നമുക്കറിയാം, ദുരന്തങ്ങളും ഒക്കെ വന്ന് നമ്മളെ മൂടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആഘോഷം, കേരളീയരെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു കൊട്ടും കുറവ് വരാതെ തന്നെ ഈ വർഷവും നമ്മളെല്ലാവരും ആഘോഷിക്കുക. എന്തായാലും എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എന്റെ ഓണാശംസകൾ നേരും. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഈ ഒരു അവിട്ടം ദിനവും ശരിക്കും മീനിങ് ഫുൾ ആയി എന്ന് തന്നെ പറയാം. ഒരുപാട് പാട്ട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അഫ്സലക്കയുടെ ഒരുപാട് മ്യൂസിക് ജേർണിയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിട്ടം ദിന ആശംസകൾ നേരുകയാണ്. This is RJ Arya signing out from Odin special program. Keep on listening to Astray for 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.